നിങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഒരു കാരണവശാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 980 സ്ക്വയർ ഫീറ്റുള്ള 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ഒരു ഉഗ്രൻ വീട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറത്താണ് സ്ഥലം. അപ്പോൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന ആർക്കിടെക്റ്റിനെയും അതേപോലെ തന്നെ ഈ വീടിൻ്റെ വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ഡീലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സാധാരണ ഇതിൽ നമ്മൾ പറയുന്നത് വിൽക്കാനുള്ള ഒരു വീടല്ല, ഇവിടെ വീട് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ടിപ്പുകൾ കിട്ടും. അപ്പോൾ ആ ടിപ്സുകൾ യൂസ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ നാളെ ഒരു വീട് പണിയാൻ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആളെയും വീടിനെയും പരിചയപ്പെട്ടാലോ. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സക്രിയ. ഹായ് സക്രിയ. സക്രിയ, എന്തുണ്ട് വിശേഷം? സുഖം. സക്രിയ, ഇത് 980 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് അല്ലേ? ഇതിന്റെ ഡിസൈൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിന്റെ ബഡ്ജറ്റും 14 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ബഡ്ജറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും. ഈ സാധാരണക്കാരായുള്ള കുറെ ആളുകൾ പുതിയൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ ഇതൊക്കെ സാധ്യമാകുമോ എന്നുള്ള എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ സാധ്യമാകുമോ? ഇതേ ഡിസൈനിൽ ഇത്രയും നല്ല നല്ല ഭംഗിയുള്ള എലമെന്റ്സ് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സാധ്യമാകും. അപ്പൊ ഇത് കൊളോണിയൽ സ്റ്റൈൽ ഡിസൈൻ ആണ്. അതെ. കൊളോണിയൽ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു കണ്ടംപററി ഒരു കൺസെപ്റ്റ്, ഒരു സൈഡ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു കണ്ടംപററി ഡിസൈൻ ഫീൽ ആണ്. പക്ഷേ ഈ വീടിന് ഏറ്റവും ഒരു ഭംഗി കിട്ടുന്നത് ഇതിന്റെ സൈഡ് വ്യൂ ആണ് കൂടുതൽ. ഡബിൾ ഹൈറ്റിൽ വന്ന ആ ഒരു കൊളോണിയൽ സ്റ്റൈലാണ് ഈ വീടിന്റെ ഏറ്റവും വലിയൊരു ഭംഗി. എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല, ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ എന്താ പറയാ ഈ വീടിന്റെ ഓണർ പറഞ്ഞിട്ടാണോ ഈ ഒരു ഐഡിയയിലേക്ക്? ഓണർ നമ്മളോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് കാണാത്ത തരത്തിൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു എലിവേഷൻ ആണ് പുള്ളിക്ക് വേണ്ടത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. പുള്ളിയുടെ ബഡ്ജറ്റ് ആദ്യമേ നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബഡ്ജറ്റിൽ വന്നിട്ട് നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്ത് നല്ലൊരു എലിവേഷൻ പുള്ളിക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. വീട് പണി കഴിഞ്ഞപ്പോൾ പുള്ളി ഹാപ്പിയാണ്. ഇവിടെ നമ്മൾ ഈ പ്രദേശത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു എലിവേഷൻ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തെ പറ്റി കുറച്ചുകൂടെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ കറക്റ്റ് സ്ഥലം മലപ്പുറം ജില്ലയിൽ, മലപ്പുറം ഇരുമ്പുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മലപ്പുറത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഇവിടേക്ക് ഉണ്ട്. ഒരു ഇരുമ്പുഴി എന്നാണ് കറക്റ്റ് പ്രോപ്പർ സ്ഥലം. ഞാൻ അതിന് മുമ്പ് വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങള് സക്രിയ ഇത് എത്ര നാളായി ഈ ഒരു ആർക്കിടെക്ട് മേഖല? ഞാനൊരു 10 വർഷമായി ഇപ്പൊ ഈ ആർക്കിടെക്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര പ്രോജക്റ്റുകൾ സക്രിയ? ആൾമോസ്റ്റ് ഇപ്പൊ ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതായത് ഒരു 70ഓളം പ്രോജക്റ്റുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ ആർക്കിടെക്റ്റിനെ കൊണ്ടൊക്കെ ഒരു വീട് നിർമ്മിപ്പിക്കുക അല്ലെങ്കിൽ നിർമ്മാണം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ പലരെ ഒരു ചോദ്യമാണ്, അല്ലെ സംശയമാണ്, ഈ ആർക്കിടെക്ടർമാർക്കൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ, നിങ്ങളെയൊക്കെ താങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം. നമ്മളിവിടെ ക്ലയന്റിന്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് ഈ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ബഡ്ജറ്റിനുള്ള വീട് ഉണ്ട് താനും. തീർച്ചയായിട്ടും വന്നൊരാൾ കാണുന്ന സമയത്ത് അതിന്റെ ഒരു ഫ്രണ്ട് ലുക്കും, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ടിൽ ആ ഈ സിറ്റ് ഔട്ടിന്റെ ഒരു ഡിസൈനാണ്. വളരെയധികം ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ അതിന്റെ സിറ്റ് ഔട്ട്. കാരണം വളരെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ സ്ക്വയർ ട്യൂബുകൾ വന്ന് നിൽക്കുന്നതും ആ ഒരു ഡിസൈനും മഴവെള്ളപ്പാത്തികൾ എല്ലാം കൊടുത്തേക്കുന്ന ആ ഒരു ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ, ആ ഒരു ജനാലയോട് ചേർത്തുള്ള ഒരു ഡിസൈൻ. അപ്പൊ അതൊക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് കാണുന്നവർക്ക് ഒരു വലിയൊരു എലമെന്റ് ആണ്. ഒരു പ്ലെയിൻ ആയിട്ട് ഇടാതെ അതിനെ അങ്ങോട്ട് ഒരു പ്രൊജക്ട് ചെയ്ത് നിർത്തിയിട്ട് ആ സാധനം കൊടുത്തേക്കുന്നത് വളരെ മനോഹരമാണ്. ഡിസൈൻ ആണ് സംഭവം. അതിനകത്ത് ആ ഒരു ബോക്സ് വന്നതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ വെറൈറ്റി എന്ന് പറയുന്നത്, നല്ലൊരു ഭംഗി എന്ന് പറയുന്നത്. ഇത് മൊത്തം സ്ക്വയർ ട്യൂബുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതെ, ജിയുടെ സ്ക്വയർ ട്യൂബുകൾ ഉപയോഗിച്ച് മൊത്തം. അതായത് ഈ സ്റ്റെയർ കേസ്, ഇതൊരു സ്റ്റെയർ കേസ് ഏരിയ ആണ്. ഈ ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗം മുകളിൽ നമ്മളൊരു ലോഞ്ച് മാത്രമാണ്, റൂമില്ല. വേണമെങ്കിൽ ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, കിടക്കാം, അത്രേ ഉള്ളൂ മാത്രം. പിന്നെ ഇതിൽ സെറാമിക് ഓടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ GP പൈപ്പുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു കോർണറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സാധനം, ആ ഒരു CNC കട്ടിങ്. ഇതിന്റെ ഓണർ ഇതില് നമ്മൾ എന്താന്ന് പറയുക,
പുള്ളി ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് ആ ഒരു രീതിയിൽ ചെറുതാണെങ്കിൽ കൂടിയും അതിന്റെ ലുക്ക് വളരെ മനോഹരമാണ്. തീർച്ചയായിട്ടും അതൊരു പുള്ളി ആവശ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. അത് അങ്ങനെ ചെയ്ത് പുള്ളിയുടെ ഒരു ഐഡന്റിറ്റി എന്തെങ്കിലും ഇതിനകത്ത് വേണം. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു പോർഷനിൽ അത് കൊണ്ടുവെക്കാം. പക്ഷെ ആ ഒരു സാധനം വളരെ മനോഹരമായിട്ടുണ്ട്, ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഡിസൈൻ. അതേപോലെ തന്നെ ഇതൊരു പുട്ടി ഫിനിഷ് ചെയ്തിട്ടില്ല. ഇല്ല, റഫായിട്ട്. അതായത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് ഒരു പ്രൈമർ, വൈറ്റ് സിമെന്റ് പ്രൈമർ അടിച്ച് പിന്നെ ജസ്റ്റ് ഒരു 2 കോട്ടി എമൽഷൻ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അത് മാത്രമേ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ കളർ കാരണം നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ ഇതിനകത്ത്. 14 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പുട്ടിയിലോട്ടൊക്കെ പോകുമ്പോൾ അതിൽ കൂടുതൽ വരും. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ വേറൊരു സംശയം ഉണ്ടാവും, ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഉണ്ടാവും. അതുപോലെ നമ്മളിവിടെ കൊളോണിയൽ സ്റ്റൈല് ഈ സെറാമിക് ഓട് കാണിച്ചു, ഈ വീട് ഓടിട്ട വീടാണോ എന്നൊരു സംശയം ചിലപ്പോൾ ആളുകൾക്ക് വന്നേക്കാം. ഓടല്ല, ഓട് നമ്മൾ ഈ സിറ്റ് ഔട്ടിലും ഈ ഒരു ലോഞ്ചിലും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം കോൺക്രീറ്റ് ആണ്. ഫുള്ള് കോൺക്രീറ്റ് ആണ്. ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കോസ്റ്റിൽ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. നിങ്ങൾ ഈ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്തത്? കോസ്റ്റ് കുറക്കാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ വിൻഡോസ് ഡോസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലയന്റ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് ഒരു 50% പുള്ളിക്ക് തന്നെ ഇതിനകത്ത് ഒരു പ്രോഫിറ്റ് ഇതിനകത്ത് കിട്ടും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ തടി ഉപയോഗിച്ചിട്ടില്ല. തടി നമ്മൾ ഈ പാളികൾക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലേബർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കരാർ ബേസ് അല്ല നമ്മളിത് ലേബർ കൊടുക്കുന്നത്, ഒരു കൂലി ലെവലിലാണ് നമ്മൾ ഇതിങ്ങനെ. പക്ഷെ കൂലി ലെവൽ വരുമ്പോ അവരെ കൊണ്ട് അത്രയും പണിയെടുപ്പിക്കണ്ടേ? അത് നമ്മൾ മാക്സിമം നമ്മൾ അവരെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കും. നമ്മൾ ക്ലയന്റ് എന്താ പറയുന്ന ഒരു 14 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷത്തിന് ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് വരുമ്പോ അത് നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ ക്ലയന്റിന് വാക്ക് കൊടുക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് കാണിക്കണല്ലോ. അപ്പൊ അത് ആ ഒരു ഹാർഡ് വർക്ക് ഇതിനകത്ത് നമ്മൾ നല്ലോണം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലേബേഴ്സിനെ മാക്സിമം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്ത് ലേബേഴ്സിനെ യൂസ് ചെയ്ത് ഇനി മെറ്റീരിയൽ. അതെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ സംശയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് വളരെ ചെലവ് കുറഞ്ഞ ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഒരിക്കലുമല്ല, ലോക്കൽ ക്വാളിറ്റി മെറ്റീരിയൽ അല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് മെഡലിന്റെ സ്വിച്ച് ബോർഡ് അടക്കം നമ്മൾ ഗോൾഡ് മെഡലിന്റെ സ്വിച്ച് ബോർഡ് വെച്ചിരിക്കുന്നത്. പ്ലംബിംഗിൽ സുപ്രീം, സെറയുടെ, അതായത് ഏത് ബ്രാൻഡഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും അതിനൊരു ബേസ് ഉണ്ടാവും. അതിന്റെ ബേസ് ആയിട്ടുള്ള സാധനങ്ങൾ, ബേസ് മോഡൽ സാധനങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളിപ്പോ വിചാരിക്കും ലെഗ്രാൻഡിന്റെ സ്വിച്ച് അത് വലിയ എന്തോ സംഭവമാണ്, അതിന് വലിയ റേറ്റ്, അങ്ങനെയൊന്നുമില്ല. ബേസ് മോഡൽ ഗോൾഡ് മെഡലിനും ബേസ് മോഡൽ ഉണ്ട്, അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഈ ബ്രാൻഡിന്റെ തന്നെ ബേസ് മോഡൽ. അതാവുമ്പോ തന്നെ നമുക്ക് ഗ്യാരണ്ടി, വാറന്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മളോട് സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ബഡ്ജറ്റ് വീടുകൾ ചെയ്യുന്ന സമയത്ത് പല ആളുകളും ഡൗട്ട്, നിങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ സ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വീട് വെച്ചിട്ട്, ഇതങ്ങനെയൊന്നും അല്ല. നമ്മൾ എല്ലാ ക്ലയന്റും പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ ഞാൻ പറയുന്ന അതേ റിക്വയർമെന്റ്സിൽ എൻ്റെ ക്ലയന്റും നടന്നുപോയി എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മൾ ചിലത് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യും, പക്ഷെ വീട് പണി തുടങ്ങുന്ന സമയത്ത് ക്ലയന്റ് ഇങ്ങനെ മാറ്റി ഓരോ ചേഞ്ചിങ്ങും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഒരു ബഡ്ജറ്റ് അങ്ങോട്ട് താളം തെറ്റുന്നത്. ഇത് നമ്മൾ പറയുന്ന പ്ലാനിങ്, നമ്മൾ കൊടുക്കുന്ന റിക്വയർമെന്റ്സ് കാര്യങ്ങളെല്ലാം ഈ ക്ലയന്റ് അച്ചട്ടായിട്ട് അനുസരിച്ച് ആ ഒരു ലെവലില്, അല്ല അവർക്കും അതിന്റെ ഒരു പ്ലാനിങ് ഉണ്ട്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് നിങ്ങൾക്കും അതിന്റെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ ഈ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതൊരു പുഴയോരമാണ്. ഇവിടെ ഇതൊരു വെള്ളമൊക്കെ കഴിഞ്ഞ 2018 ഫ്ലഡ് ഒക്കെ വന്ന സമയത്തൊക്കെ വെള്ളം മൂടിയിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ ഇത് ടോട്ടൽ ഇങ്ങനെ ഒരു 10 സെന്റാണ് ക്ലയന്റ് വാങ്ങിച്ച പ്ലോട്ടാണിത്. അപ്പൊ ഇതിൽ നമ്മൾ വീട് ഒരു 5 സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പൊ ആ 5 സെന്റ് മാത്രം നമ്മൾ റോഡിൽ നിന്ന് ഒരു 3 അടി പൊക്കിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന 5 സെന്റ് പ്ലോട്ട് അങ്ങനെ താഴ്ത്തി ഇട്ടിട്ട് പുള്ളിക്ക് എന്തെങ്കിലും കൃഷി ആവശ്യത്തിന് മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോ വീടിന് നല്ല ഉയരവും കിട്ടും, കാണാൻ നല്ലൊരു ഭംഗി. അല്ല വേറെ നമ്മളാ മെയിൻ റോഡിൽ നിന്ന് വന്നപ്പോ തന്നെ ആദ്യം കണ്ടത് ഡബിൾ ഹൈറ്റ് ആണ്, നമുക്ക് ഷേപ്പാണ്. അതെ. ആളുകൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ തന്നെ ആ ഹൈറ്റിൽ നിന്ന് നമുക്കിത് ഈസി ആയിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോഡ് ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ കഴിയൂല, നമ്മൾ പൊക്കിയത് കൊണ്ടാണ്. നിങ്ങൾ ഈ മലപ്പുറത്ത് ഇവിടത്തേക്ക് വീടുകൾ വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട് ഈ ചില 2 നിലയുള്ള വീട്, പക്ഷെ ഒരു വീടിന് മുകളിൽ വേറൊരു വീട് ഇരിക്കുന്നു എന്നുള്ള തോന്നൽ വരുന്ന തരത്തിലുള്ള പഴയ ഡിസൈൻസ് ഉണ്ട്.
അതിനെന്താ പറയാ എനിക്കറിയില്ല ഇവിടുത്തെ. ട്രഡീഷണൽ ആണോ? ട്രഡീഷണൽ പഴയ വീട്. ഉദാഹരണത്തിന് നമ്മൾ ആ കാണുന്ന വീട്, അതെ അതെ അതെ. ആ ഒരു വീടിന്റെ മുകളിൽ വേറൊരു വീട് ഇരിക്കുന്നത് ഒരു തോന്നല്. ഒരു മച്ചാണ്, ഒരു മച്ചാണ് പഴയ വീടുകളുടെ തിലാൻ എന്നൊക്കെ പറയൂല. അത് എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലാണ് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ, പക്ഷെ ഇത് അങ്ങനെയല്ല, കാണുമ്പോ ആ ഒരു തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു എലിവേഷൻ ഈ ഒരു പ്രദേശത്ത് ഇല്ല. അപ്പൊ ആ ക്ലൈന്റ് നമ്മളോട് ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. നമ്മൾ 14 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം മുടക്കുമ്പോ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഇവിടെ. ഞാൻ അപ്പൊ വേറെ കാര്യം ചോദിച്ചു, ഈ സിമെന്റ്, ഇഷ്ടിക, അതൊക്കെ എന്താ ഉപയോഗിച്ചത്? ഇത് നമ്മൾ ഇവിടെ നമുക്കറിയാം, ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയില് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനമാണ് ലാറ്ററൈറ്റ് സ്റ്റോൺ. നിങ്ങൾക്ക് അറിയാലോ, അതാണ് ഇതിന് നമുക്ക് ഇവിടെ തന്നെ കോറികൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് നമുക്കത് കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിലിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് കല്ലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഫസ്റ്റ് ക്വാളിറ്റി കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നല്ല കല്ല് കിട്ടും. നമ്മൾ പുറത്തൊക്കെ വീണ്ടും കോസ്റ്റ് കുറക്കാം. പക്ഷെ ആ കല്ല് ഒരു കുഴപ്പമില്ല, സെക്കൻഡ് ക്വാളിറ്റി ആണ്. പക്ഷെ ഇത് ക്ലയന്റ് സെക്കൻഡ് ക്വാളിറ്റി ഉപയോഗിക്കാം, അന്നേരം വരുമ്പോൾ ഇതിലും കോസ്റ്റ് കുറക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിമെന്റ് നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സിമെന്റ് ആണ്. നമ്മൾ ഇപ്പോൾ അൾട്രാടെക് പോലെയുള്ള സിമെന്റുകളാണ് കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിച്ചത്. മെറ്റീരിയലിലൊന്നും യാതൊരു കോംപ്രമൈസും നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഈ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഇതൊരു ക്ലേ ടൈലാണ്. ഇത് നമ്മളുടെ ഒരു ആവശ്യമായിരുന്നു, നമുക്ക് ഇത് വേണം എന്നുള്ളത്. അത് ആദ്യം ക്ലയന്റിന് ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഒരു വ്യത്യസ്തത, ആ ഒരു സിറ്റ് ഔട്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതിനൊരു ഇതൊരു എലഗന്റ് ഒരു ഡയമണ്ട് ടൈപ്പിലാണ് ഇത് വിരിച്ചേക്കുന്നത്, സ്ട്രൈറ്റ് ആയിട്ടുള്ള വിരിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മള് ആ ഒരു രീതിയിൽ ആണ് ഇത് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗ്രാനൈറ്റ് ആണ്, ഇങ്ങനെ സ്റ്റെപ്പിനും ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്, മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. ഇത് വളരെ റേറ്റ് കുറവാട്ടോ. ഇത് നമുക്കൊരു 25 രൂപയൊക്കെ ഉള്ളൂ സ്ക്വയർ ഫീറ്റിന്. 25 അത് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവിടുത്തെ മെയിൻ ഡോർ ആണ്. സാധാരണഗതിയിൽ ഇപ്പൊ ഒരു തടിയുടെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ അന്നേരം ഇതിനകത്ത് ഫിനിഷ് ചെയ്ത് വേറെ ആ തടിയുടെ യഥാർത്ഥ ടെക്സ്ചർ കിട്ടാത്ത തരത്തിലാക്കി. ഈട് നിൽക്കാനാണ് ഇത് നമ്മൾ അങ്ങനെ തന്നെ നിർത്തിയതാണ്. ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാന്നുള്ള രീതിയിൽ നിർത്തിയതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് തേക്കാണ്, നാടൻ തേക്കാണ് ഇത്. അതായത് നമുക്ക് ഇവിടെ മലപ്പുറത്ത് നമുക്ക് ഇഷ്ടംപോലെ നാടൻ തേക്കുകൾ കിട്ടും. നല്ല പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. മില്ലിൽ പോകണമെന്നൊന്നുമില്ല, ഏതെങ്കിലും വീട്ടിൽ പോയാൽ തന്നെ ഇഷ്ടംപോലെ കിട്ടും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാവും. പിന്നെ അതേപോലെ തന്നെ കട്ടള ഇത് സ്റ്റീലാണ്. ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് സ്റ്റീൽ ഡോർസുകളാണ്, കംപ്ലീറ്റ് സ്റ്റീലിന്റെ ഫ്രെയിംസ് ആണ് മൊത്തം നമ്മൾ ചെയ്തത്. തീർച്ചയായിട്ടും ചില ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോ ഈ സ്റ്റീല് വരുന്ന സമയത്ത് പ്രൈസ് കൂടുതലാവോ എന്നുള്ള കാര്യത്തിലൊക്കെ. പിന്നെ ഇത് ചെറിയൊരു ലിവിംഗ് സ്പേസ്. നമ്മളിതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹാള് എന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്താണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു ബീം കൺസെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു പാർട്ടീഷൻ ചെയ്യാ എന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ലിവിംഗ് ഹാൾ. അപ്പൊ പാർട്ടീഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതെ അതെ, പിന്നീടാണ് ആലോചിച്ചത്. അപ്പോ പിന്നെ അല്ലെങ്കിൽ പിന്നെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് കൺജസ്റ്റഡ് ആവും. അപ്പൊ നമ്മൾ അങ്ങനെ ഒഴിവാക്കി. സീലിംഗ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇതെല്ലാം ഈ ലൈറ്റുകളെല്ലാം നമ്മൾ കോൺക്രീറ്റിൽ തന്നെ കൺസീൽഡ് ചെയ്തതാണ്, ജംഗ്ഷനിൽ കൺസീൽഡ് ചെയ്തിട്ട് സിലിണ്ടർ ടൈപ്പ് ലൈറ്റുകൾ കൊടുത്തതാണ്. അത് വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കൊരു ജിപ്സം ചെയ്ത ഒരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. ജിപ്സം ചെയ്യണം. എത്രയോ ക്യാഷ് നമുക്ക് ലാഭമാണ്. നമ്മൾ ഇന്റീരിയറിലൊക്കെ വരുന്ന സമയത്ത് ഈ ജിപ്സത്തിന് വേണ്ടിയിട്ട് എത്രയോ പൈസ നമുക്ക് നല്ല കാശ് പിടിക്കുന്നുണ്ട്. അതെ. അപ്പൊ ആ ഒരു ഇതൊന്നും ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. വളരെ മിനിമലായിട്ട് പക്ഷേ നമ്മളെന്താ അറിയോ, എനിക്ക് തോന്നുന്നു നിങ്ങൾ സക്രിയക്ക് ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഇത് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ. തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. 14 ലക്ഷത്തിന് ഒരു വീടൊക്കെ എന്ന് പറഞ്ഞിട്ട് പുറമേ മാത്രമല്ല, നമ്മൾ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഡൈനിങ് സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പേഷ്യസ് ആയിട്ട് 14 ലക്ഷത്തിന്റെ വീടിന്റെ ഒക്കെ ഡൈനിങ് സ്പേസ് ഇത്ര ഉണ്ടോ എന്ന് ഞാൻ അതിശയിക്കുകയാണ്. കാരണം നല്ല ഡൈനിങ് സ്പേസ്. പിന്നെ നമ്മളൊരു കറക്റ്റ് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്.
അതില് ഈ ഒരു ലൂവർ ഡിസൈൻസ് വെച്ചിരിക്കുന്നു, അതെ 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 പിന്നെ മിറർ ലൈറ്റ് ഒക്കെ കൊടുത്ത് അതെ അതെ. അത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ആ ഒരു. പിന്നെ നമ്മൾ ഈ സ്റ്റെയർ കേസിന് നമ്മൾ സെപ്പറേറ്റ് റൂം ഒന്നും കൊടുക്കാണ്ട് വളരെ ഒതുക്കി ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. പിന്നെ നമ്മൾ GP-യിലാണ് ഇതിന്റെ പൈപ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു ഡിസൈൻ ആയിട്ട് തോന്നിച്ചാൽ ഇതിനകത്തേക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഇല്ലെങ്കിലും നാച്ചുറൽ ലൈറ്റിന്റെ ഒരു അതിപ്രസരം. തീർച്ചയായിട്ടും നമുക്ക് ഒരു ഈ 10 ഇയർ എക്സ്പീരിയൻസിന്റെ ഇടയിൽ നമുക്ക് കിട്ടിയ ക്ലയൻസുകൾ എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് ഇത്. നിങ്ങൾ ചെയ്യുന്ന വീടുകൾക്ക് പ്രകാശം കൂടുതലായിരിക്കും എന്നുള്ളത്. നമ്മൾ പൊക്കി പറയുന്നതല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ ചെയ്ത വീടുകൾ ആർക്കും പോയി കാണാവുന്നതാണ്. അത് അങ്ങനെയാണ്. അതിന്റെ ക്രോസ് വെന്റിലേഷൻ കോൺസെപ്റ്റ് കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ പകൽ സമയത്തൊക്കെ ലൈറ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കാണണ്ടേ. പിന്നെ അതാണ് മെയിന്. ഇപ്പം നമ്മുടെ സർക്കാർ പറയുന്നത് നിങ്ങൾ ലൈറ്റ് ഓഫ് ആക്കി സഹകരിക്കണം, ചൂടാണ് വേനലാണ്, നിങ്ങൾ ലൈറ്റുകൾ രാത്രിയിൽ പകലും ഒന്നും വിടരുത്. അപ്പൊ ഇവിടെ ഒരു 5 മണി 6 മണി വരെ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് വേണ്ട. നല്ല കാരണം ഈ സ്റ്റെയർ കേസിന്റെ ഈ ഒരു വെന്റിലേഷൻ തന്നെ ഇങ്ങോട്ട് കംപ്ലീറ്റ് വിളിച്ചോ നമുക്ക്. പിന്നെ ഇവിടെ നമ്മളൊരു കോർണർ പോലെ ഒരു നല്ല വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ടൈലുകളുടെ കാര്യം ചോദിച്ചോട്ടെ. ഈ ടൈലുകൾക്ക് വലിയ ടൈലുകളാണ്, ഇത് 4x2 ടൈലാണ്. അപ്പോൾ ഈ ടൈലുകൾ ഇത് നമുക്കൊരു 45 രൂപ റേഞ്ചിലാണ് നമ്മളിത് വാങ്ങിച്ചത്. ബ്രാൻഡ് വല്ലതും ആണോ അതോ? ബ്രാൻഡ് അല്ല, ഇതൊരു സെമി ബ്രാൻഡഡ് ആണ്. ബ്രാൻഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 60 അത്രയൊക്കെ വരും. നമ്മളൊരു ബഡ്ജറ്റിൽ ആകുമ്പോൾ നമുക്ക് ടൈലില് നമുക്ക് ബ്രാൻഡ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ഇത് ഒരു സെമി ബ്രാൻഡാണ്, പക്ഷെ ഇത് തന്നെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും, ഒരു കുഴപ്പവും വരും. പിന്നെ ഇത്തരം ടൈലുകൾ കുഴപ്പമില്ല. ഇവിടുത്തെ പല ബ്രാൻഡുകൾക്കും നോർമൽ ആളുകൾ ചെയ്തു കൊടുക്കുക, ഒരേ കമ്പനി തന്നെയാണ് ഈ രണ്ടിടത്തും മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിപ്പോ പരസ്യമായ ഒരു രഹസ്യമാണ്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ആളുകൾക്കൊക്കെ ഇപ്പൊ എല്ലാം വിശ്വാസം താനും. അപ്പോൾ ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചത്, ഇനിയിപ്പോൾ ഇവരെല്ലാം കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടാവും, സക്രിയ മലപ്പുറം മാത്രമേ ചെയ്യുള്ളൂ അതോ? അല്ല, ഞാൻ 10 വർഷമായി ഈ ഫീൽഡിൽ, 7-8 വർഷമായി കേരളത്തിൽ എല്ലായിടത്തും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കൂടുതലും പ്രോജക്റ്റുകൾ വരുന്നത് എറണാകുളം, കോട്ടയം, കൊല്ലം ഒക്കെ സൈഡിലാണ് കൂടുതലും. പക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നിപ്പോൾ എനിക്ക് പ്രോജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു 30 പ്രോജക്റ്റോളം ഓൺ ഗോയിങ്ങിൽ നടന്നു വരുന്നു. അപ്പോ ഇപ്പോ എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ സക്രിയയുടെ വർക്കുകൾ കാണാനായിട്ട് നമ്മളുടെ ഈ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ടാവും. ഇവർക്ക് കാണാൻ എന്തെങ്കിലും വഴികളുണ്ടോ? വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലും? നമ്മളെ Instagram ID ഉണ്ട്, നമ്മളെ ഓരോ വർക്കുകളും അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ അവർക്ക് അത് ഫോളോ ചെയ്തിട്ട് അവർക്ക് കാണാവുന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും സക്രിയയുടെ Instagram ID കാര്യങ്ങളും എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക് വർക്കുകളൊക്കെ. പിന്നെ ഈ വർക്കിനെ കുറിച്ച് അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ നമ്പറിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ പോയി കാണാമല്ലോ അല്ലേ? കാണാം. വീടുകൾ ഇനി അവർക്ക് ഒന്ന് പോയി കാണണമെന്നുണ്ടെങ്കിൽ കാണാം, അല്ല എന്നോട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. ഇപ്പോൾ ഈ കോവിഡിന് ശേഷമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിരുന്നത്. ഈ ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു 30 ലക്ഷം 40 ലക്ഷം വേണം എന്നുള്ള ആ ഒരു ലെവലിൽ എല്ലാവർക്കും വന്നായിരുന്നു. തുടക്കം കോൺട്രാക്ടർ പറയാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ പറയാം 15 ലക്ഷം മതി. പിന്നെ നമ്മൾ വീട് തുടങ്ങുമ്പോൾ അത് 30 ആവും, പിന്നെ 40 ആവും, പിന്നെ നമ്മൾ കടബാധ്യതയായി, അങ്ങനെയായി. ഇതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. പല വീഡിയോകളിലും പല മാഗസിനൊക്കെ നമ്മൾ നിരന്തരം വായിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മളൊരു ക്ലൈൻറ്റ് എൻ്റെ കയ്യിൽ 15 ലക്ഷമേ ഉള്ളൂ, അല്ലെങ്കിൽ 20 ലക്ഷമേ ഉള്ളൂ മുടക്കാൻ, ഇത് അത് പറഞ്ഞാൽ ആ ഒരു ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ ക്ലൈൻറ്റ് 20 ലക്ഷം പറഞ്ഞ് ഞാൻ 50 ലക്ഷത്തിന്റെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഇതല്ല. ക്ലൈൻറ്റ് എന്ത് ബഡ്ജറ്റ് പറയുന്നു ആ ബഡ്ജറ്റിനനുസരിച്ച് നല്ല ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മൾ പറയുന്നത് ആ ക്ലൈൻറ്റും അനുസരിച്ച് കഴിഞ്ഞാൽ അതേ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കും ഇതേപോലെ നല്ലൊരു വീട് ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പം ബഡ്ജറ്റായിട്ടും അല്ലെങ്കിൽ നല്ല ലക്ഷറി ആയിട്ടും ഒക്കെ ഉള്ള പ്രോജക്റ്റുകൾ ആൾ ചെയ്യുന്നതായിരിക്കും. നമ്പർ ഞാൻ എന്തായാലും സക്രിയയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ സക്രിയയുടെ ചാനലും Instagramന്റെ പ്രൊഫൈലിൻ്റെ ലിങ്കുകളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
നിങ്ങൾ കയറി കണ്ടു നോക്കുക, ആളെ വിളിച്ചു നോക്കുക. വിളിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഒരുപാട് ആളെ ബുദ്ധിമുട്ടിക്കരുത്. 10 മണിയും 11 മണിയും കഴിഞ്ഞൊന്നും വിളിക്കരുത്. അത്യാവശ്യം മാക്സിമം ബിസിനസ് അവേഴ്സിൽ തന്നെ വിളിക്കാൻ നോക്കുക. അപ്പോൾ ആ വർക്കിംഗ് അവേഴ്സിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ നല്ലൊരു വീട് സ്വന്തമാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മുഴുവനും കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിച്ചേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും നമുക്ക് കാണാം. ബൈ.